അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എല്ലാവർക്കും റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി ഒരു സുന്ദരമായ വെള്ളിയാഴ്ച പകലിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഇതിനുവേണ്ടി കാത്തിരിക്കുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അല്ലാഹ് ബറക്കത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. അതോടൊപ്പം ഇംഗ്ലീഷ് മാസം അനുസരിച്ച് ജൂൺ 5 അതുകൊണ്ട് തന്നെ ജൂൺ 5 പ്രത്യേകത ലോക പരിസ്ഥിതി ദിനമാണ്. വിശ്വാസികൾക്ക് അങ്ങനെ ഒരു ദിനമുണ്ടോ? വിശ്വാസികൾ പരിസ്ഥിതി ദിനം ആഘോഷിക്കേണ്ടതുണ്ടോ? പരിസ്ഥിതി ദിനത്തിൽ ഇസ്ലാമിന് എന്താണ് പ്രാധാന്യമുള്ളത് എന്നൊരു വലിയൊരു ചർച്ചാ വിഷയമാണ്. എപ്പോഴും ഇസ്ലാം മതത്തെ പല കണ്ണുകളോടെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മുന്നിൽ ഇസ്ലാം എന്താണ് എന്ന് തുറന്നു കാണിക്കാനൊക്കെ ഈ ദിനങ്ങളൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവൻ പരിസ്ഥിതിയെ സ്നേഹിക്കൽ, ഭൂമിയെ സ്നേഹിക്കൽ, അവൻ ഈ വൃക്ഷങ്ങളെ സ്നേഹിക്കൽ, അതൊക്കെ ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുക, മുത്തുനബി തങ്ങൾ പറഞ്ഞ ഒരു വിശ്വാസി പ്രകൃതി ദിനത്തിൽ അല്ലെങ്കിൽ പരിസ്ഥിതി ദിനത്തിൽ പ്രകൃതിയെ സ്നേഹിക്കേണ്ട രീതി എങ്ങനെയാണ്, അവൻ എങ്ങനെയാണ് അതിനെ കൈക്കൊള്ളേണ്ടത്, ഏത് ദിവസമാണ് ചെടികൾ നടാൻ പറ്റിയ ദിവസം എന്നൊക്കെ തുടങ്ങിയ ഒരു ചെറിയ ഒരു വിശകലനമാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പ്രകൃതിയെ പറ്റി ഒരുപാട് പറയുന്നുണ്ട്. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒട്ടകത്തെ നോക്കുന്നില്ലേ? അല്ലെങ്കിൽ പർവ്വതത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ആകാശത്തേക്ക് നോക്കുന്നില്ലേ? ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? എന്നൊക്കെ തുടങ്ങിയുള്ള ഒരുപാട് വർണ്ണനകളും വിവർണ്ണനകളും അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലേക്കൊന്നും കിടക്കുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. ഭൂമി അതിനെ അള്ളാഹു ക്ലിയർ ആക്കി വെച്ചതിന് ശേഷം, ഭൂമി അള്ളാഹു സെറ്റാക്കി അതിനെ എല്ലാം റാഹത്താക്കി വെച്ചതിന് ശേഷം നിങ്ങൾ അതിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്ത്? ചെടികളെ നശിപ്പിക്കരുത്, അതുപോലെ ജീവജാലങ്ങൾക്ക്, ജന്തുജാലങ്ങൾക്ക്, സസ്യങ്ങൾക്ക് ഒരു കുറവ് നിങ്ങൾ വരുത്തരുത്, അതിനെ നശിപ്പിക്കരുത്. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും നടന്നു പോവാൻ, നിമിതങ്ങൾ നടന്നു പോകുമ്പോൾ സ്വഹാബത്തിൽ ഒരു സ്വഹാബി തന്റെ കൈ കൊണ്ട് അവിടെ നട്ടിരിക്കുന്ന വഴിയിൽ സൈഡിൽ നട്ടിരിക്കുന്ന ചെടികളുടെ ഇല ഇങ്ങനെ പറിച്ച് ഇങ്ങനെ കളിക്കാൻ, ഇങ്ങനെ വെറുതെ പറിച്ച് കളയുന്നു. ഒരു കാര്യം ഉണ്ടായിട്ടൊന്നുമില്ല. നിബിതങ്ങൾ ചോദിച്ചു, മോനെ എന്തായി ചെയ്യണേ? നിബിതങ്ങളുടെ സ്വഹാബി ഒന്നുമില്ല നബിയെ, വെറുതെ ഇങ്ങനെ പോയപ്പോ അങ്ങനെ പറിച്ചു. നിബിതങ്ങൾ പറഞ്ഞു, പാടില്ല, നമുക്ക് ജീവനുള്ളത് പോലെ അതും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതിന്റെ ഹക്കിനെ നീ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല, തട്ടിക്കെടുത്താൻ പാടില്ല. അതിനെ നശിപ്പിക്കൽ അത് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അകാരണമായി വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റാൻ പാടില്ല, സസ്യങ്ങളെ നശിപ്പിക്കാൻ പാടില്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അത് ദീൻ പഠിപ്പിക്കുന്ന നിബിതങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു തരുന്നു, 3 സ്ഥലങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. അവിടെ നിങ്ങൾ വൃത്തികേടാക്കാൻ പാടില്ല. പരിസ്ഥിതി മലിനീകരണം ഇന്ന് ഒരുപാട് നടക്കുന്ന സമയമാണ്. ഈ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, 3 ഇടങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് 3 സ്ഥലങ്ങൾ. ഒന്ന്, നിബിതങ്ങൾ പറഞ്ഞു, ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലത്ത്, അത് തണലാകട്ടെ, വെയിറ്റിംഗ് ഷെഡുകളാകട്ടെ, മറ്റ് സ്ഥലങ്ങളാകട്ടെ, ജനങ്ങൾ വിശ്രമിക്കുന്ന, ജനങ്ങൾ നിൽക്കുന്ന, ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? വേസ്റ്റ് കൊണ്ടിടാൻ പാടില്ല. ഇന്ന് നമ്മുടെ വാഹനത്തിൽ പോണ സ്ഥലത്തൊക്കെ ഓരോന്ന് കളയാണ്. നമ്മുടെ വേസ്റ്റുകൾ പലയിടത്ത് കൊണ്ട് തട്ടാണ്. ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലത്ത്, ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത്, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് നിങ്ങൾ പരിസ്ഥിതിയെ മലിനമാക്കല്ലേ. നിങ്ങൾ ഒന്നും നമ്മുടെ വേസ്റ്റ് കൊണ്ടിടരുതേ. പ്ലാസ്റ്റിക് പോലെ സാധനങ്ങളൊന്നും അങ്ങയുടെ സ്ഥലങ്ങൾ ഇട്ട് ഭൂമിയെ നശിപ്പിക്കരുത്. ഭൂമിയെ നശിപ്പിക്കുന്ന ഒന്നും, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. 2, പൊതുവഴികൾ, വഴിയിലൊന്നും ഇടാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തിന്നതിന്റെയും കുടിച്ചതിന്റെയും കവറുകളും അതും ഇതും ചപ്പും ചവറുകളൊക്കെ പോകുന്ന വഴിയിൽ, കുട്ടികളുടെ പാമ്പേഴ്സ് പോലും എത്രയോ ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി സമയങ്ങളൊക്കെ വകത് കഴിഞ്ഞ് പോകുമ്പോൾ, പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ വരുമ്പോഴൊക്കെ വേസ്റ്റ് കിറ്റുകളിലാക്കി കൊണ്ടുവന്ന് തട്ടാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതൊന്നും ചെയ്യാൻ പാടില്ല. 3-മത്തത്, വെള്ളം എടുക്കുന്ന, ജനങ്ങൾ വെള്ളം എടുക്കുന്ന സ്ഥലം നിങ്ങൾ പാഴാക്കരുത്. തോടാകട്ടെ, അവിടെ നിന്ന് വേസ്റ്റ് കൊണ്ട് തട്ടരുത്. തോടാകട്ടെ, പുഴകളാകട്ടെ, അങ്ങനെ ഒന്നും വെള്ളത്തിലേക്ക് നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 സ്ഥലങ്ങൾ സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ മരങ്ങളെ വെച്ച് പിടിപ്പിക്കാൻ, സസ്യങ്ങളെ വെച്ച് പിടിപ്പിക്കാൻ, ചെടികളെ നട്ട് വളർത്താൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളതിന് തയ്യാറാകണം. നബി തങ്ങൾ പറഞ്ഞു, ദജ്ജാൽ പുറപ്പെടുന്ന വിവരം നിങ്ങൾക്ക് ലഭിച്ചു, അത് ഖിയാമത്ത് നാൾ വരാണ്. നിങ്ങൾക്ക് ഉറപ്പായി നിങ്ങളുടെ കയ്യിൽ ഒരു തൈയുണ്ട്, ഒരു ചെടിയുണ്ട്. ആ ചെടിയെ നിങ്ങൾ നടലാണ് ഈമാനിൽപ്പെട്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ നട്ടുകൊള്ളട്ടെ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. വൃക്ഷം വെച്ച് പിടിപ്പിക്കാൻ, തൈ നട്ടാൽ സ്വർഗ്ഗത്തിൽ അല്ലാഹു 10 തൈകളും 10
10 നന്മകളും അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് തരുന്ന സന്ദേശം, നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് നടാൻ പറ്റുന്ന ചെടി ഏതെന്നറിയോ? നിങ്ങളുടെ വീടിന്റെ 4 വശം, മുൻഭാഗത്താകട്ടെ സൈഡിലാകട്ടെ സ്ഥലമുണ്ടോ, വീടിനടുത്തായി നിങ്ങൾ നടുന്ന ചെടി, നബി തങ്ങൾ പറഞ്ഞു, സുഗന്ധം തരുന്ന പൂക്കളുള്ള സുഗന്ധങ്ങളുള്ള ചെടി നിങ്ങൾ നടൽ, അത് വഹുവ റഹ്മ, അത് അള്ളാഹുവിന്റെ റഹ്മത്തിറങ്ങാൻ സാധ്യതയുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചിലപ്പോൾ പൂവുണ്ടാവില്ല, ചെടിക്ക് തന്നെ സുഗന്ധം ഉണ്ടാവും, ചില പൂവിനുമല്ല സുഗന്ധമായിരിക്കും, അത് വീട്ടിൽ റഹ്മത്തിറങ്ങാൻ കാരണമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുഗന്ധം നബി തങ്ങൾക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളാണ്. അതിലൊന്ന് സുഗന്ധമാണ്. ഈ ചെടികൾ വീടിന്റെ മുന്നിൽ, വീടിന്റെ പരിസരത്ത് നടൽ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങാൻ കാരണമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉസ്താദേ, എത്രയോ ചെടി നട്ടു, എത്രയോ അത് വെച്ച് പിടിച്ചു, ഇത് വെച്ച് പിടിപ്പിച്ചു, പിടിക്കണില്ല ഉസ്താദേ, അത് മൂട് കേടായി പോവാണ്, അത് ഉണങ്ങിപ്പോവാണ്, എന്താ കാര്യം? നബി തങ്ങൾ പറഞ്ഞതായി മഹാനായ ജാബിർ റളിയല്ലാഹു തആല പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾ ബുധനാഴ്ച ദിവസം ചെടി നടാൻ, കൃഷി ചെയ്യാൻ, നിങ്ങൾ എവിടെ പാടത്താകട്ടെ പറമ്പിലാകട്ടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ, വാഴ നടലാകട്ടെ റബ്ബർ തൈ വെക്കലാകട്ടെ, ഏത് തൈ വെക്കുമ്പോഴും വെക്കൽ നല്ലതാണ്. ബുധനാഴ്ച ദിവസം നോക്കി തിരഞ്ഞെടുക്കൽ, അത് വലിയ ബറക്കത്താണ്. ബുധനാഴ്ച ദിവസം തുടങ്ങുന്ന കൃഷി നശിക്കൂല, അത് ചെയ്യുന്ന ചെടികൾ, അന്ന് വെക്കുന്ന ചെടികൾ അത് മുളയ്ക്കുക തന്നെ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, നിങ്ങൾ ആ ബുധനാഴ്ച ചെടി നടുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സുബ്ഹാനൽ ബാഇസിൽ വാരിസ്, സുബ്ഹാനൽ ബാഇസിൽ വാരിസ്, സുബ്ഹാനൽ ബാഇസിൽ വാരിസ് എന്ന ഈ ദിക്ർ പറഞ്ഞിട്ട് നിങ്ങൾ ബിസ്മി ചൊല്ലി ദിക്ർ പറയുക. എന്നിട്ടത് നിങ്ങൾ നട്ടാൽ അത് മുളയ്ക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ലോക പരിസ്ഥിതി ദിനമാണ്. ആ ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ആ ലോക പരിസ്ഥിതി ദിനം ലോകത്തെല്ലാവരും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം കൊണ്ട് ആഘോഷിക്കുന്ന ദിവസമാണ്. മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല പ്രായമുള്ള മനുഷ്യനാണ്, മുതുവൊക്കെ ഇങ്ങനെ കൂനി, പ്രായത്തോടെ ഇങ്ങനെ വല്ലാതെ പ്രായമായ മനുഷ്യൻ ഒരു തൈ നട്ടുകൊണ്ടിരുന്നപ്പോ ഒരാൾ ചോദിച്ചു, അബൂദർറെ, നിങ്ങൾ എന്തായി കാണിക്കണേ, നിങ്ങൾ എന്തിനാണ് ഈ മരം നടുന്നത്? നിങ്ങൾക്ക് ഇതിന്റെ വിഭവം ഒന്നും കിട്ടൂലല്ലോ, അതുവരെ ജീവിച്ചിരിക്കുന്ന ഉറപ്പില്ലല്ലോ. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസാണ് പറഞ്ഞത്, ഈ ഒരു ചെടി നട്ടാൽ ഇതിന്റെ, ഞാൻ മരണപ്പെട്ടു പോയാലും ഇതിന്റെ കായ്കനികൾ, ഇതിന്റെ കായ്കളും ഇതിന്റെ പഴങ്ങളും പക്ഷികൾ കഴിച്ചാൽ വഹുവ സ്വദഖ, അത് സ്വദഖയായി എന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും മനുഷ്യർ, ഏതെങ്കിലും ജീവജാലങ്ങൾ ഒന്ന് തണല് പറ്റിയാൽ അതും എനിക്ക് സ്വദഖയാണ്. ഇനി ഇതിന്റെ പഴമാരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാലും അതിന്റെ പ്രതിഫലം എനിക്ക് സ്വദഖയായിട്ടാണ് ഖബറിലേക്ക് എത്തിക്കപ്പെടുക. പിന്നെ എന്തിനാണ് ഞാൻ ഇതിനെ നശിപ്പിക്കേണ്ടത് എന്ന് മഹാനായ അബൂദറുൽ ഗിഫാരി തങ്ങൾ പറഞ്ഞു എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ പറമ്പുകളിൽ തൈകൾ വെക്കുക, ചെടികൾ നടുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക. അത് വിശ്വാസത്തിന്റെ ഭാഗം. നമ്മുടെ ജീവിതം കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക. വേസ്റ്റുകളൊക്കെ അതിൻ്റെതായ സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കുക, അതുമായി ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കുക. ഹരിതകർമ്മസേനയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, അവരിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ നമ്മുടെ പറമ്പുകളിലോ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലോ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരു ദിക്ർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ ഒരു തൈ നടുന്നവനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ നാളെ സ്വർഗ്ഗത്തിൽ ഒരു ദിക്ർ, ഒരു മരം നട്ട കൂലിയാണ്. ഒരു 100 വട്ടം ചൊല്ലിയാൽ 100 മരം നട്ട കൂലിയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എല്ലാ ആഴ്ചയും പറയുന്നുണ്ട്. സുഗന്ധം പൂശുക, കുളിക്കുമ്പോൾ നീയത്ത് വെച്ച് തന്നെ കുളിക്കുക. ജുമാഅയുടെ സുന്നത്ത് കുളിക്കുന്ന നീയത്ത് വെക്കുക. നേരത്തെ പള്ളിയിൽ പോവുക. സൂറത്തുൽ കഹ്ഫ് എല്ലാവരും പാരായണം ചെയ്യുക. ഏറ്റവും കുറഞ്ഞതൊരു 300 സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തുടങ്ങും ഏത് സ്വലാത്തുമാകാം. ഒരു 300 എണ്ണം ചില പ്രത്യേകം കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്. വെള്ളിയാഴ്ച ദിവസം 300 എണ്ണം പതിവാക്കൽ നല്ലതാണെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ വെള്ളിയാഴ്ചകളും സ്വലാത്താണ് പഠിപ്പിക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമായതുകൊണ്ട് അതുമായി ബന്ധപ്പെടുന്നു പറഞ്ഞു എന്ന് മാത്രം. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് പുതിയ സ്വലാത്തുകൾക്ക് നമ്മൾ പഠിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം കുടുംബബന്ധം ചേർക്കുക, സ്വതക്ക കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്ന ദിവസങ്ങളെ, വെള്ളിയാഴ്ചകളെ പരിഗണിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.